ഇനിയോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അദ്ഉക ലിൽ മദീന, അല്ലാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു മദീനക്ക് വേണ്ടി. ബിമിസ്ലി മാ ദഅക ലിമക്ക, ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്ക പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും മദീനക്കും കിട്ടണം. പോരാ, വമിസ്ലിഹി മഅഹൂ, അതിനെ പോലെ ഒരിരട്ടി കൂടുതൽ കിട്ടണം. മക്കയിലേക്ക് വേണ്ടി ഇബ്രാഹിം നബി എന്തൊക്കെ നിന്നോട് ചോദിച്ചോ വാങ്ങിയോ അത് മുഴുവനും വേണം. അതുപോലെ ഒരിരട്ടി കൂടുതൽ വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. മദീനയിലെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ മദീനയെ സംബന്ധിച്ച് പിന്നെ എന്ത് പറയാനാ? മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഞാനിപ്പോൾ പറഞ്ഞത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിന്റെ ഹദീസാണെങ്കിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീന, അല്ലാഹുവേ നീ മദീനയിലാക്കണേ ളിഅഫൈ മാ ജഅൽത ബിമക്കത മിനൽ ബറകാത്ത്, മക്കയിൽ നീ നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്തിന്റെ ഡബിള് ആക്കണേ അല്ലാഹ്. മക്കയിൽ നീ കൊടുത്ത ബറക്കത്തിന്റെ ഡബിള്, മക്കയിൽ നീ കൊടുത്തതിന്റെ ഇരട്ടി നീ മദീനയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. മദീനയുടെ ബറക്കത്ത് പറയണോ? മദീനയെ ഒരു ഈമാനുള്ളവര് അവഗണിക്കാൻ പറ്റും? മദീനയിൽ പോകണമെന്ന് ആഗ്രഹിക്കാതിരിക്കാൻ പറ്റും? മദീനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഏതൊരു കാര്യത്തെയും, മദീനയിലുള്ള ഏതൊരു ചെടിയെയും, ഏതൊരു പഴത്തെയും, ഏതൊരു വസ്തുവിനെയും, ഏതൊരു വ്യക്തിയെയും, ഏതൊരു മണ്ണിനെയും, ഏതൊരു കല്ലിനെയും, ഏതൊരു വസ്തുവിനെയും അതാ ബറക്കത്തുള്ളതായി കാണാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ മദീനത്തെ മണ്ണ് നിങ്ങൾ എത്ര സ്നേഹമുണ്ടെങ്കിലും അങ്ങോട്ട് പോയി കാണുകയല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ എങ്ങാനും കൊണ്ടുവരാൻ ഒരു അനുമതി അങ്ങ് കൊടുത്തെങ്കിൽ മദീന കുഴിച്ച് കോരി പല രാജാക്കന്മാരും അവരെ നാട്ടിലും കൊട്ടാരത്തിലും കൊണ്ടുപോയി വെക്കൂലേ? അതുകൊണ്ട് ആ മദീനയിലെ മണ്ണ് അവിടെ തന്നെ കിടക്കട്ടെ. സുഹൃത്തുക്കളെ, ആ മഹത്തായ മദീന, ആ മദീനയുടെ ബറക്കത്ത് വലുതാണ്. ആ മദീന എന്ന് പറയുന്ന പ്രദേശം വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ള മദീന. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ആരും ഒരക്രമ പ്രവർത്തനം നടത്തരുത്, അവിടെ ആരും ചോര ചിന്തരുത്. അല്ലാ യുഹ്റാഖ ഫീഹാ ദമുൻ, അവിടെ ആരെന്ത് ചെയ്താലും അതേ അവിടെ പോയി നിങ്ങൾ ആരും തന്നെ ആരുടെയും രക്തം ചിന്തരുത്. വലാ യുഹ്മല ഫീഹാ സിലാഹുൻ ലിഖിതാലിൻ, യുദ്ധത്തിന് വേണ്ടി ആ മദീനയിൽ യുദ്ധം നടത്താൻ വേണ്ടി നിങ്ങൾ ആരും തന്നെ ആയുധം കയ്യിൽ പിടിച്ച് അവിടെ കോലാഹലം സൃഷ്ടിക്കരുത്. വലാ തുഖ്ബത ഫീഹാ ശജറത്തുൻ ഇല്ലാ ലിഅലഫിൻ, ഏതെങ്കിലും മൃഗങ്ങൾക്ക് പുല്ല് കൊടുക്കാൻ വേണ്ടി പുല്ല് പറിക്കുന്നതല്ലാതെ അവിടെയുള്ള സസ്യങ്ങളൊന്നും പറിച്ചു മാറ്റരുത്, മുറിച്ചു മാറ്റരുത്. അൽ മദീന അതൊരു സാധാരണ നാടല്ല, സാധാരണ ബറക്കത്തല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന നാട് അത് വല്ലാത്ത ബറക്കത്തുള്ള നാട്. ഓ സുഹൃത്തുക്കളെ, ആ മദീനയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഉമിർതു ബിഖറിയത്തിൻ തഅകുലുൽ ഖുറാ, എനിക്ക് നിർദ്ദേശം കിട്ടിയ ഒരു പ്രദേശത്ത് പോകണമെന്ന്. തഅകുലുൽ ഖുറാ, അത് ഏത് പ്രദേശത്തെയും തിന്നുന്ന നാടാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏത് രാജ്യത്തെയും ജയിച്ചടക്കുന്ന നാടാണ്, ഏത് രാജ്യത്തെക്കാളും ബഹുമാനമുള്ള നാടാണ്. അങ്ങനെ അതാ വലിയ സ്ഥാനമുള്ള നാടാണ്. യഖൂലൂന യസ്രിബ്, അവര് പലരും ആ നാട്ടിന് യസ്രിബ് എന്ന് പറയുന്നു.
പഴയ കാലത്ത് യസിരിബ് എന്ന് മദീനക്ക് പേര് പറയാറുണ്ട്. നബി തങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല. ആ മഹത്തായ നാട്ടിന് ആ പേര് പറയണ്ട, ആ മഹത്തായ നാട്ടിന് ആ പേര് പറയണ്ട. കാരണം യസിരിബ് എന്ന വാക്കിൽ ആക്ഷേപം എന്നൊരു ചെറിയ അർത്ഥത്തിന്റെ സൂചനയുണ്ട്. അതുകൊണ്ട് ആ പേര് നിങ്ങൾ വിളിക്കണ്ട. വഹിയൽ മദീന, അത് അൽ മദീനയാണ്. നിങ്ങൾ മദീന എന്ന് വിളിച്ചോ. ഇരുമ്പ് ഒലോക്കിൽ ഘടിപ്പിച്ചിട്ട് ആ ഒലോക്കിൽ ഇരുമ്പ് വെച്ച് ചൂടാക്കുമ്പോ ഇരുമ്പിന്റെ കറ ഇങ്ങനെ കഴിഞ്ഞു പോകും പോലെ ആ മദീനയിൽ മോശക്കാരായ ആളുകൾക്ക് നിൽക്കാൻ കഴിയൂല, മോശക്കാർക്ക് അവിടെ പോകാൻ കഴിയൂല, അതിനെ സ്നേഹിക്കാൻ കഴിയൂല, അവിടെ താമസിക്കാൻ കഴിയൂല, അങ്ങോട്ട് നീങ്ങാൻ കഴിയൂല. കറ പിടിച്ച മനസ്സുള്ളവർക്ക് മദീനയെ സ്നേഹിക്കാൻ കഴിയൂല. സുബ്ഹാനല്ലാഹ്. ഹജ്ജും ചെയ്തിട്ട് മദീനത്ത് പോകാതെ അതൊരു വലിയ അഭിമാനമായി കാണുന്ന പുത്തനാശയക്കാരില്ലേ? അവിടുന്ന് നേരത്തെ തന്നെ പറഞ്ഞു, ഇരുമ്പിന്റെ കറയിളക്കും പോലെ അങ്ങോട്ടതാ അവിടെ ഉണ്ടെങ്കിൽ തന്നെ പുറത്തു ചാടിക്കും മദീന. മദീനയിൽ നല്ല മനസ്സുള്ളവരെ അല്ലാതെ മദീന സ്വീകരിക്കൂല. മദീന അത്രയും പവിത്രമാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ് വേറൊരു ഹദീസിൽ, അതാ അവിടുന്ന് പറയുന്നത്, ഇന്നല്ലാഹ തആല സമ്മൽ മദീനത താബ, മദീനക്ക് പുണ്യഭൂമി എന്നാണ് അല്ലാഹു തആല പേര് വെച്ചത്. അതൊരു പുണ്യഭൂമിയാണ്. താബ താബ തൈബ, മദീനയുടെ പേരുകളിൽപ്പെട്ട പേരുകളാണ്. സുബ്ഹാനല്ലാഹ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടണമെന്ന് നമ്മൾ വിചാരിച്ചാ പോരാ, അതിന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. മദീനയെ ഇഷ്ടപ്പെടാത്ത കക്ഷികളെ കൂട്ടത്തിൽ പെട്ടുകൂടാ. മദീനയെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കളാകാൻ, പ്രവർത്തകരാകാൻ, അനുഭാവികളും അതിന്റെ ആശയക്കാരും അതിന്റെ പ്രവർത്തകരുമാകാൻ, അതിന്റെ വിശ്വാസികളാകാൻ പ്രാർത്ഥന നടത്തണം. മദീനയെ സ്നേഹിക്കുന്നവരാകാൻ പ്രാർത്ഥിക്കണം. അതും ഈ പാവപ്പെട്ട ഞാൻ എന്റെ വകയിൽ പറയുകയല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീന, അല്ലാഹുവേ മദീനയെ ഞങ്ങൾക്ക് നീ പ്രിയങ്കരമാക്കണേ. കഹുബ്ബിനാ മക്ക ഔ അശദ്ദ, മക്കയെ സ്നേഹിക്കും പോലെ അല്ല, അതിനേക്കാൾ സ്നേഹം, ഔ അശദ്ദ അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹം മദീനക്ക് നൽകണേ. വസഹിഹ്ഹാ, ആ മദീനയിൽ വല്ല രോഗസംബന്ധമായ വിഷയങ്ങളുണ്ടെങ്കിൽ അത് നീക്കി നീ ആരോഗ്യമുള്ള പ്രദേശമാക്കണേ. വബാരിക് ലനാ ഫീ സായിഹാ, ആ മദീനയിൽ അളവ് പാത്രത്തിൽ വമുദ്ദിഹാ, നീ ബറക്കത്ത് നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോ അവിടെ ചില പനിയുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥനയിൽ പറയുന്ന ഇവിടുത്തെ പനി നീ എടുത്തു മാറ്റണേ അല്ലാ. ഫജ്അൽഹാ ബിൽ ജുഹ്ഫ, അത് വേണമെങ്കിൽ നീ ജുഹ്ഫയിലേക്ക് മാറ്റിക്കോ അല്ലാ. ഈ മദീനയിൽ പനി വേണ്ട. സുബ്ഹാനല്ലാഹ്. മദീന, ആ മദീനയോട് എന്തൊരു സ്നേഹം! ആ മദീനയിൽ സ്നേഹമുണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന പോരാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മദീനയോട് വിരോധം വെക്കണ്ട. ലാ യകീദു അഹ്ലൽ മദീനത്തി അഹദുൻ ലിന്നൻമാ കമാ യൻമഉൽ മിൽഹു ഫിൽ മാൽ. മദീനയിലുള്ളവരെ ചതിക്കാൻ നോക്കണ്ട. മദീനയിലുള്ളവരെ നീ ചതിക്കാൻ വന്നാൽ വെള്ളത്തിൽ ഉപ്പുരുകം പോലെ ഉരുകിപ്പോകുമടോ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, മദീനയിലുള്ള ആളുകളെ വല്ലവരും ചതിക്കാൻ വന്നാൽ അവൻ ഉരുകിപ്പോകും, അലിഞ്ഞു പോകും. വെള്ളത്തിൽ ഉപ്പലിയും പോലെ അലിഞ്ഞു പോകും അവൻ. മദീന നിങ്ങൾ വിചാരിച്ചതുപോലൊരു പ്രദേശമല്ല. അവിടെ കിടക്കുന്ന വ്യക്തി, അവിടേക്ക് വന്ന വ്യക്തി നിങ്ങളാരും അതാ ഉൾക്കൊള്ളുന്നത് പോലുള്ളൊരു വ്യക്തിയല്ല.
أي الورى فهم معناه وصورته ثم اصطفاه حبيبا بارئ النسب مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ആ പദ്യം വരുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ച് പറയാം. ആ മദീന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആ മദീനയോട് വിരോധം വെച്ചോ, ആ മദീനയിലുള്ളവരെ ചതിക്കാൻ ആര് വന്നോ, ഉപ്പുരുകും പോലെ ഉരുകിപ്പോകും, നശിച്ചു പോകും അവൻ. ഇല്ല ഇല്ല, ആ മദീനയിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. ദജ്ജാൽ വലിയ കുതന്ത്രക്കാരനാണ്, വലിയ കുതന്ത്രക്കാരനാണ്, വലിയ കബളിപ്പിക്കുന്നവനാണ്, പലരെയും പിഴപ്പിക്കുന്നവനാണ്, ഞാൻ ദൈവമാണെന്നിവരെ ബാധിക്കുന്ന ഒറ്റക്കണ്ണനാണ്. സുബ്ഹാനല്ലാഹ്. അവൻ ചിലപ്പോൾ അതാ ഒരു ചെറിയ സസ്യം നടുന്നു, നട്ട് കുറച്ച് കഴിയുമ്പോൾ അത് വളരുന്നു, കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് അവൻ പഴം പറിക്കുന്നു. കൊല്ലങ്ങൾ കൊണ്ടുണ്ടാകേണ്ട പഴം അവൻ ചുരുങ്ങിയ സെക്കൻഡ് കൊണ്ട് പറിച്ചെടുക്കുന്നു. അത്തരം അത്ഭുതം കാണുമ്പോൾ വിവരമില്ലാത്ത പലരും പെട്ടുപോകൂലേ? പോരാ, അവനതാ പല സംഗതികളും അത്ഭുതങ്ങൾ 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 കാണിക്കുന്നു. ആ അത്ഭുതങ്ങൾ എത്രത്തോളം എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ മരിച്ചവരെ ഹയാത്താക്കുന്നു. ഇനി എന്ത് വേണം? മരിച്ചുപോയവരെ ഹയാത്താക്കുന്നു, ജീവിപ്പിക്കുന്നു. അത്രത്തോളം അത്ഭുതം ദജ്ജാൽ കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരാൾ അത്ഭുതം കാണിച്ചതുകൊണ്ട് അയാൾ നല്ല ആളാണെന്ന് പറയാൻ പറ്റുമോ? ഒരാൾ നല്ല ആളാണെന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ വ്യാജ തരീഖത്തിൽ പെട്ടുപോയ എല്ലാ ആളുകളും പെട്ടത് അത്ഭുതം കണ്ടിട്ടല്ലേ? ജിന്ന് സേവയുടെ പേരിൽ, അതുപോലെ തന്നെ ശൈത്താനിന്റെ സേവയുടെ പേരിൽ അത്ഭുതങ്ങൾ പലതും പ്രകടിപ്പിക്കാൻ കഴിയും.